Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് KTU previous year questions ആണ്. First question, a lift has an upward acceleration of 1.2 meter per second square. What force will a man weighing 750 Newton exert on the floor of the lift? What force would he exert if the lift had an acceleration of 1.2 meter per second square downwards? ഈ ക്വസ്റ്റ്യൻ മോഷൻ ഓഫ് ലിഫ്റ്റിലെ പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യനിൽ രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ലിഫ്റ്റിന്റെ അപ്വേർഡ് മോഷൻ ആണ് കാണിക്കുന്നത്. ലിഫ്റ്റ് അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ റിയാക്ഷൻ ഓൺ ഫ്ലോർ കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് പാർട്ടിൽ ലിഫ്റ്റ് ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോൾ റിയാക്ഷൻ ഓൺ ഫ്ലോർ കാൽക്കുലേറ്റ് ചെയ്യുക. ലിഫ്റ്റിന്റെ മോഷനിൽ രണ്ട് ഫോർമുലാസ് ആണ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. വെൻ ദി ലിഫ്റ്റ് മൂവ്സ് അപ്വേർഡ്, reaction on floor R is equal to W into 1 plus A by G. Second equation, when the lift moves downward, reaction on the floor R is equal to W into 1 minus A by G. So, ഇവിടെ weight of man എന്ന് പറയുന്നത് 750 Newton ആണ്. ഈ man ലിഫ്റ്റിന്റെ ഫ്ലോറിൽ എക്സേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. So, first കേസിൽ lift moving upward with an acceleration A is equal to 1.2 meter per second square. Lift upward ആണ് മൂവ് ചെയ്യുന്നത് with acceleration 1.2 meter per second square. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല R is equal to W into 1 plus A by G. Lift upward ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റിയാക്ഷൻ R is equal to W into 1 plus A by G. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ദി റിയാക്ഷൻ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ലിഫ്റ്റ് ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്യുന്നത് വിത്ത് ആൻ ആക്സിലറേഷൻ 1.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ലിഫ്റ്റ് ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല R is equal to W into 1 minus A by G. ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ദി റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മോഷൻ ഓഫ് ലിഫ്റ്റിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. Then second problem, a solid cylinder 30 mm diameter and weight 30 Newton is placed in a triangular channel as shown in figure. Neglecting friction between the contact surface, calculate the normal reactions on the sides of the channel. അപ്പോൾ ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രീ ബോഡി ഡയഗ്രത്തിലെ പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീ ബോഡി ഡയഗ്രത്തിലെ ഒരു പ്രോബ്ലം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് വരയ്ക്കുക. സോ അതാണ് ഞാൻ താഴെ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. 30 mm ഡയമീറ്ററുള്ള സിലിണ്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, സെൽഫ് വെയ്റ്റ് 30 ന്യൂട്ടൺ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എ എന്ന കോണ്ടാക്ട് സർഫസിൽ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട് RA, ബി എന്ന കോണ്ടാക്ട് സർഫസിൽ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട് RB. ഓക്കെ, അപ്പൊ ഇത്രയും ഫോഴ്സ് ആണ് സിലിണ്ടറിൽ ആക്ട് ചെയ്യുന്നത്. കോണ്ടാക്ട് സർഫസ് എല്ലാം സ്മൂത്ത് ആണെന്ന് പറയുന്നുണ്ട്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, ഈ പ്രോബ്ലം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, ഒന്നുകിൽ അപ്ലൈ ലാമിസ് തിയറം ഓർ അപ്ലൈ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഞാൻ ഇവിടെ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഞാൻ രണ്ട് കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം യൂസ് ചെയ്തു. സിഗ്മ Fx is equal to 0 and സിഗ്മ Fy is equal to 0. രണ്ട് കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം യൂസ് ചെയ്ത് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തു. രണ്ട് ഇക്വേഷനിലും RA RB അൺനോൺസ് ആയിട്ടുണ്ട്. രണ്ട് ഇക്വേഷനെയും സോൾവ് ചെയ്തു, RA ആൻഡ് RB കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സിമിലർലി ഈ പ്രോബ്ലം ലാമിസ് തിയറം യൂസ് ചെയ്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for the system of forces, determine the magnitude, direction and position of the resultant force about A. നിങ്ങൾക്കൊരു നോൺ കൺകറന്റ് സിസ്റ്റം ഓഫ് ഫോഴ്സ് തന്നിട്ടുണ്ട്. ഈ നോൺ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സിലബസിൽ കൺകറന്റ് സിസ്റ്റം ഓഫ് ഫോഴ്സിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നോൺ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റവും കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിന്റെയും അനാലിസിസ് പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ജസ്റ്റ് ഇതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇൻ കേസ് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. സോ നോൺ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിൽ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. R is equal to root of
sigma fx square plus sigma fy square, where sigma fx is the sum of horizontal forces and sigma fy is the sum of vertical forces. So നിങ്ങൾക്ക് ഇവിടെ ഒരു നോൺ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്. ഓരോ ഫോഴ്സിനെയും അനലൈസ് ചെയ്യുക. ഹൊറിസോണ്ടൽ ആണെങ്കിൽ അങ്ങനെ വിട്ടേക്കുക, വെർട്ടിക്കൽ ഫോഴ്സ് ആണെങ്കിലും അങ്ങനെ വിട്ടേക്കുക, ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണെങ്കിൽ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുക. സോ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഹൊറിസോണ്ടൽ ആണ്, അങ്ങനെ വിട്ടേക്കുക. ഡി എന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻക്ലൈൻഡ് ആണ്, സോ അതിനെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുക. സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അഗെയിൻ ഹൊറിസോണ്ടൽ ആണ്, 200 ന്യൂട്ടൺ വെർട്ടിക്കൽ ആണ്. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഫോഴ്സിനെ അങ്ങനെ ഇട്ടേക്കുക. ഇൻക്ലൈൻഡ് ഫോഴ്സിനെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുക. ദെൻ സിഗ്മ fx കാൽക്കുലേറ്റ് ചെയ്യുക. സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്. ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ്, ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ്. Similarly, sigma fy calculate ചെയ്യുക. Sum of vertical forces. Upward forces positive, downward forces negative. Sigma fx നമുക്ക് 150/√2 എന്ന് കിട്ടി. Sigma fy 93.93 ന്യൂട്ടൺ എന്ന് കിട്ടി. Then find resultant. Resultant calculate ചെയ്യാനുള്ള ഫോർമുല കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിലെ സെയിം ഫോർമുല തന്നെയാണ്. R is equal to root of sigma fx square plus sigma fy square. fx നും fy ക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Find resultant. Then resultant in the magnitude കിട്ടിക്കഴിഞ്ഞാൽ direction കണ്ടുപിടിക്കുക. Concurrent force system ചെയ്ത same method തന്നെയാണ്. Since sigma fx and fy positive ആയതുകൊണ്ട് നമ്മുടെ resultant എന്ന് പറയുന്നത് first quadrant ആയിരിക്കും. Resultant sigma fx ആയിട്ട് make ചെയ്യുന്ന angle ആണ് theta. Theta കിട്ടാനായിട്ട് take tan theta. Tan theta is equal to modulus of sigma fy by sigma fx. Value substitute ചെയ്യുക. Find theta. Okay. അപ്പോൾ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിൽ ചെയ്ത സെയിം പ്രൊസീജിയർ. ദെൻ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് അബൌട്ട് എ. എ എന്ന പോയിന്റിൽ നിന്നും റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കുക. എനിക്കറിയാം റിസൾട്ടന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം സിഗ്മ fx ആൻഡ് സിഗ്മ fy പോസിറ്റീവ് ആണ്. റിസൾട്ടന്റ് സിഗ്മ fx ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എനിക്ക് തീറ്റ എന്ന് കിട്ടി. ഇനി എനിക്ക് റിസൾട്ടന്റും എ എന്ന പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുക, O എന്ന പോയിന്റിൽ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന ഒരു ഡയഗ്രാം ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. O എന്ന പോയിന്റിൽ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ഒരു പോയിന്റ് എടുത്തു. O എന്ന പോയിന്റിൽ നിന്നും 41.53 അതായത് തീറ്റ ഇൻക്ലൈൻഡ് ആയിട്ട് റിസൾട്ടന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ റിസൾട്ടന്റിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് O ഡാഷ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, O ഡാഷ് എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് റിസൾട്ടന്റിന്റെ ലൈൻ ഓഫ് ആക്ഷനുമാണ്. റിസൾട്ടന്റിന്റെ ലൈൻ ഓഫ് ആക്ഷനും എയുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഞാൻ x എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. റിസൾട്ടന്റിന്റെ ലൈൻ ഓഫ് ആക്ഷനും എയുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് x എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഫിഗർ ശ്രദ്ധിക്കുക, എനിക്ക് വേണ്ടത് OA ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ OA ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് ഫസ്റ്റ് എനിക്ക് വേണ്ടത് x എന്ന ഡിസ്റ്റൻസ് ആണ്. അതായത് റിസൾട്ടന്റിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എയുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് x. x കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം, യൂസ് വാരഗ്നൻസ് തിയറം. Moment of a force about any point is equal to sum of moment of its components about the same point. വാരഗ്നൻസ് തിയറം യൂസ് ചെയ്ത് x കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് റിസൾട്ടന്റിന്റെ മൊമെന്റ് അബൌട്ട് എ ആണ് r into x. ഈ റിസൾട്ടന്റിന്റെ കമ്പോണൻസിന്റെ മൊമെന്റ് അബൌട്ട് എയുടെ സം ആണ് 150 sin 45 into 4 minus 200 into 2 plus 100 into 4. According to വാരഗ്നൻസ് തിയറം ഈ രണ്ട് കേസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അവിടെ നിന്ന് ഫൈൻഡ് x. സോ x എന്ന് പറയുന്നത് എനിക്ക് 2.99 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഫിഗറിൽ ഒന്ന് ശ്രദ്ധിക്കുക, എനിക്ക് AO ഡാഷ് എന്ന ഡിസ്റ്റൻസ് കിട്ടി. എന്റെ കയ്യിൽ ആംഗിൾ AO ഡാഷ് 41.53 എന്ന് ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേണ്ടത് AO ഡിസ്റ്റൻസ് ആണ്. AO ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ AO ഡാഷ് O take sin 41.53. Sin 41.53 എന്ന് പറയുന്നത് will be equal to x by AO ആണ്.
Already x നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. So ഇവിടെ നിന്നും find AO. AO is equal to 2.99 divided by sin 41.53, which is 4.52 meter. Which means resultant A യിൽ നിന്നും 4.52 meter മാറിയാണ് ഇരിക്കുന്നത്. Okay, അപ്പോൾ നമുക്ക് resultantഉം A യുമായിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടി. Okay, അപ്പോൾ ഇങ്ങനെയാണ് നോൺ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം സോൾവ് ചെയ്യുന്നത്. Resultant, magnitude and position. Concurrent force system ചെയ്ത same method തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. Okay. The next problem, a bar PQ of length 1 meter has its end Q constrained to move horizontally and the other end P constrained to move vertically as shown in figure given below. The end P moves horizontally with a constant velocity of 5 meter per second. The bar makes an angle of 30 degree with the horizontal. Find the angular velocity of the bar and the velocity of end Q and M. അപ്പോൾ ക്വസ്റ്റ്യനിൽ PQ എന്ന ബാർ ആണ് തന്നിരിക്കുന്നത്. PQ എന്ന ബാറിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് Q എന്ന എൻഡിന് ഹൊറിസോണ്ടൽ മോഷൻ റിസ്ട്രെയിൻഡ് ആണ്. അതുപോലെ അതായത് മോഷൻ പോസിബിൾ അല്ല. അതുപോലെ P എന്ന പോയിന്റിൽ വെർട്ടിക്കൽ മോഷനും പോസിബിൾ അല്ല. ഇനി P എന്ന പോയിന്റിലെ ഹൊറിസോണ്ടൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ബാർ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് Q ആൻഡ് M എന്ന പോയിന്റ്സിലെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫിഗറും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ കൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആണ് യൂസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ യൂസ് ചെയ്ത് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യണം. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും രണ്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ നോൺ ആയിരിക്കണം. ശ്രദ്ധിക്കുക, ഇവിടെ P എന്ന പോയിന്റിലെ വെലോസിറ്റി VP ഹൊറിസോണ്ടൽ ആണെന്ന് പറയുന്നുണ്ട്, 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി Q എന്ന പോയിന്റിലെ വെലോസിറ്റി ഹൊറിസോണ്ടലി വെലോസിറ്റി പോസിബിൾ അല്ല എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ Q എന്ന പോയിന്റിലെ വെലോസിറ്റി എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കൽ. സോ ഞാൻ Q എന്ന പോയിന്റിലെ വെലോസിറ്റി വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സിലെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടി, VPയും കിട്ടി, VQയും കിട്ടി. രണ്ടും നോൺ പാരലൽ വെലോസിറ്റീസ് ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യാം? VQയിൽ നിന്നും പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക, VPയിൽ നിന്നും പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ഈ രണ്ട് പെർപെൻഡിക്കുലർസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ I. സോ നമുക്ക് I കിട്ടിയില്ലേ? ഇനി ശ്രദ്ധിക്കുക, അക്കോർഡിംഗ് ടു കൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ VP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒമേഗ ഇൻറ്റു IP, VQ കിട്ടാനായിട്ട് ഒമേഗ ഇൻറ്റു IQ ചെയ്യുക. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഈ ഇക്വേഷൻ രണ്ടും ഡിവൈഡ് ചെയ്യാണ്. ഞാൻ VQ by VP എടുക്കുകയാണ്. VQ by VP എന്ന് പറയുന്നത് will be equal to IQ by IP ആണ്. ശ്രദ്ധിക്കുക, കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ QIP. QIP എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ tan 60 എന്താണ്? tan 60 is equal to IQ by IP ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ IQ by IP ക്ക് പകരം എനിക്ക് tan 60 എന്ന് എഴുതിക്കൂടെ? ഓൾറെഡി VP known ആണ്. അപ്പോൾ VQ എന്തായിരിക്കും? VQ is equal to VP into tan 60. സോ അവിടെ നമുക്ക് വെലോസിറ്റി ഓഫ് പോയിന്റ് Q കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ഓഫ് പോയിന്റ് M ആണ്. വെലോസിറ്റി ഓഫ് പോയിന്റ് M കിട്ടാനായിട്ട് VM is equal to ഒമേഗ into IM. അപ്പോൾ അതില് ഒമേഗ നമുക്കറിയില്ല, IM നമുക്കറിയില്ല. ഫസ്റ്റ് നമുക്ക് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യണം. ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ഓൾറെഡി VP known ആണ്. സോ VP is equal to ഒമേഗ IP എന്ന ഇക്വേഷൻ എടുക്കുക. ഇവിടെ IP നമുക്കറിയില്ല, പക്ഷെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ QIPയിൽ നിന്നും നമുക്ക് IP കാൽക്കുലേറ്റ് ചെയ്യാം. IP എന്ന് പറയുന്നത് PQ cos 60 ആണ്. PQ ബാറിന്റെ ലെങ്ത് ആണ് 1 മീറ്റർ തന്നിട്ടുണ്ട്. സോ ഈ ഇക്വേഷനിൽ VP known ആണ്, PQ known ആണ്. സോ ഈ ഇക്വേഷനിൽ നിന്നും ഒമേഗ കാൽക്കുലേറ്റ് ചെയ്തൂടെ? സോ ഒമേഗ നമുക്ക് 10 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് IM ആണ്. ശ്രദ്ധിക്കുക, IM കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ട്രയാംഗിൾ PMI.
MPMI എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിലെ MPI എന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. MPI എന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. PM 0.5 മീറ്റർ ആണ്. കാരണം PQ ടോട്ടൽ ലെങ്ത് ആണ് ബാറിന്റെ. അത് 1 മീറ്റർ ആണെങ്കിൽ PM M എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. സോ PM എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്. ഓൾസോ IP എന്ന് പറയുന്നത് PQ cos 60 ആണ്. IP എന്ന് പറയുന്നത് PQ cos 60 ആണ്. PQ 1 മീറ്റർ ആണ്. സോ 1 cos 60 എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്. സോ IP 0.5 മീറ്റർ ആണ്. PM 0.5 മീറ്റർ ആണ്. ആംഗിൾ QPI 60 ഡിഗ്രി ആണ്. ശ്രദ്ധിക്കുക, ഒരു ട്രയാങ്കിളിന്റെ adjacent സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും നമുക്കുണ്ടെങ്കിൽ തേർഡ് സൈഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതാണ് ഞാൻ താഴെ കൊടുത്തേക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ A എന്ന സൈഡ് നമുക്ക് നോൺ ആണ്, ബിയും നോൺ ആണ്. ഇതിനിടയിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ തീറ്റയും നോൺ ആണെങ്കിൽ C കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല C is equal to root of A square plus B square minus 2AB cos theta. Similarly, triangle MPI യിൽ PI എന്ന സൈഡ് നോൺ ആണ്, IP എന്ന സൈഡ് നോൺ ആണ്, ആംഗിൾ MPI യും നോൺ ആണ്. സോ IM എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? IM is equal to root of 0.5 square plus 0.5 square minus 2 into 0.5 into 0.5 into cos 60. So IM നമുക്ക് 0.5 മീറ്റർ എന്ന് കിട്ടും. IM കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ VM കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒമേഗ ഇൻറ്റു IM. ഒമേഗ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. IM നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻ VM. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ യൂസ് ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. Then last problem, a helical spring under a weight of 20 Newton extends by 0.3 mm. A weight of 700 Newton is supported on the same spring. Determine the period and frequency of vibration of the spring when they are displaced vertically by a distance of 0.9 cm and released. Find the velocity and of the weight when the weight is 4 mm below its equilibrium position. Take the weight of the spring as negligible. Okay. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു ഹെലിക്കൽ സ്പ്രിങ് തന്നിട്ടുണ്ട്. ആ സ്പ്രിങ്ങിൽ നമ്മൾ 20 ന്യൂട്ടൺ വെയിറ്റ് എക്സേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0.3 mm ആണ്. അതായത് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ആണ് 0.3 mm എന്ന് തന്നിരിക്കുന്നത്. എഗെയിൻ നമ്മൾ ആ സെയിം സ്പ്രിങ്ങിൽ 700 ന്യൂട്ടൺ വെയിറ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ മാക്സിമം സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ആണ് 0.9 സെന്റിമീറ്റർ. അതായത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് 0.9 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4 mm ഡിഫ്ലക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ ഈ സ്പ്രിങ്ങിന്റെ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് തന്നിരിക്കുന്ന ഡേറ്റാസ് എടുത്തെഴുതാം. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ 20 ന്യൂട്ടൺ ഹെലിക്കൽ സ്പ്രിംഗിൽ 20 ന്യൂട്ടൺ വെയിറ്റ് എക്സേർട്ട് ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ 0.3 mm, that is 0.3 into 10 raised to minus 3 meter ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി 700 ന്യൂട്ടൺ അഗൈൻ വെയിറ്റ് എക്സേർട്ട് ചെയ്യുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ ആണ് 0.9 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ദി സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ്. സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? കൺസിഡർ ദി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ. സ്പ്രിംഗ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? mg is equal to k into delta. ഈ ഇക്വേഷനിൽ m 20 by 9.81 ആണ്, ഡെൽറ്റ 0.3 mm, that is 0.3 into 10 raised to minus 3 meter. ഈ ഇക്വേഷനിൽ നിന്നും find k, where k is the stiffness of spring. അപ്പോൾ stiffness of spring calculate ചെയ്യാനായിട്ട് use the condition in static equilibrium. Okay. ഇനി k കിട്ടിക്കഴിഞ്ഞാൽ next calculate the time period. Time period calculate ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2 pi into root of m by k. ശ്രദ്ധിക്കുക, ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടോട്ടൽ വെയിറ്റ് ആണ് വേണ്ടത്. ടോട്ടൽ വെയിറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 700 ന്യൂട്ടൺ. സോ 700 ന്യൂട്ടൺ വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 1 by t pi. സോ നമുക്ക് 700 ന്യൂട്ടൺ വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡും കിട്ടി, ഫ്രീക്വൻസിയും കിട്ടി. ഇനി നിങ്ങളോട് ചോദിച്ചേക്കുന്നത് 4 mm ഡിഫ്ലക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ആണ്. അതായത് x
4 mm ആവുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല v is equal to omega into root of r square minus x square, where r എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഈ കേസിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0.9 into 10 raised to minus 2 meter. So r ന് പകരം 0.9 into 10 raised to minus 2 meter സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ കിട്ടാനായിട്ട് ഓൾറെഡി ഫ്രീക്വൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒമേഗ is equal to 2 pi f ചെയ്യാം. ആംഗുലർ വെലോസിറ്റി ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാം. സ്മോൾ x എന്ന് പറയുന്നത് 4 into 10 raised to minus 3 meter ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈൻഡ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.